ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കുന്നതിനായി പശ്ചിമബംഗാൾ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ചേരുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ CBI സംഘം തെരച്ചിൽ നടത്തി സ്റ്റാഫിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും മൊഴി CBI രേഖപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ, ഈ ബലാത്സംഗ കേസിന് വധശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഫാൾ പ്രൂഫായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ ജനരോക്ഷം അത് തണുപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായാണ് തൃണമൂൽ ഛാത്ര പരിഷത്തിന്റെ സ്ഥാപക ദിനത്തിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം മമതാ ബാനർജി നടത്തിയത്. ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ നിർമ്മാണം അല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരും എന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. 10 ദിവസത്തിനകം അത് കൊണ്ടുവരും എന്നും വ്യക്തമാക്കി. ഒരാഴ്ച പിന്നീട് മുമ്പാണ് ഇപ്പോൾ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്ന് ഈ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കം മമത നടത്തുന്നത്. നാളെ ആയിരിക്കും ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുക. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പശ്ചിമ ബംഗാളിലെ മറ്റ് പോലീസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ പഴികൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു പോലീസ് മേധാവി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ DGP നാട്ടകം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് എത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ PV അൻവർ MLA ഉയർത്തുന്ന വിവാദവും അനുബന്ധ കാര്യങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒരുപാട് ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ആരോപണങ്ങളാണ് PV അൻവർ MLA കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. മാത്രവുമല്ല, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ എത്രമാത്രം തെളിവുണ്ടെന്ന് അറിയില്ലെങ്കിലും അത് ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുമായി പത്തനംതിട്ട SP രംഗത്ത് വന്നതും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവായി വരുന്നതേയുള്ളൂ. ബൽറാം നെടുങ്ങാടി ആയിരുന്നു നമുക്കൊപ്പം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത അഭിജിത്ത് മുഴക്കൊന്ന് അറിയിക്കുന്നു. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. സർക്കാർ ജോലി കൊടുത്തു. കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ക്ലാർക്കായിട്ടാണ് നിയമനം. ഇന്ന് 9 മണിയോടെ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിക്കും. അപ്പോൾ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വാർത്തയുണ്ടല്ലോ, ആ വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് കടന്നു ചെല്ലും. ബൽറാം നെടുങ്ങാടിക്ക് വാർത്ത പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബൽറാം വീണ്ടും ചേരുന്നു. പറയൂ ബൽറാം. എസ്കെൻ ചോദിച്ച ഒരു ചോദ്യം, ഈ പശ്ചിമ ബംഗാളിലെ പോലീസ് സംവിധാനത്തിന് അത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ ആർജിക്കോറിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടേറെ പഴികൾ, ആരോപണങ്ങൾ പോലീസിന് നേരെയുണ്ട്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും പല ഘട്ടത്തിലുണ്ടായി എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായ ഏക പ്രതി, അയാൾ ഈ പോലീസിന്റെ തന്നെ സിവിക് വോളണ്ടിയറായി പ്രവർത്തിച്ചു വരുന്നയാളാണ്. പോലീസ് കമ്മീഷണറുടെ പേരിലുള്ള വാഹനമായിരുന്നു അയാൾ ഉപയോഗിച്ചത്. പോലീസിന്റെ ഹെൽമറ്റും മറ്റ് അയാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗമായാണ്. അതിനുവേണ്ടിയാണ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിനായി പ്രത്യേക സമ്മേളനം ചേരുന്നത്. നാളെ ഈ ബില്ല് അവതരിപ്പിക്കും. ഇതിനു മുമ്പായി തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. 1 മണിക്കൂറോളം കുടുംബവുമായി സംസാരിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട കുനാൽ ഘോഷ് എത്രയും പെട്ടെന്ന് നീതി ഉറപ്പാക്കണമെന്നും CBI അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടതായി അറിയിച്ചു. എന്നാൽ പിതാവ് അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ആശുപത്രിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുമുള്ള CBIയുടെ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ 19 ദിവസം പിന്നിട്ടിട്ടും ഈ കൂടുതലായി എന്താണ് അന്വേഷണ പുരോഗതി എന്ന് വ്യക്തമാക്കാൻ CBI ഇതുവരെയും തയ്യാറായിട്ടില്ല. എസ്കെൻ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.